ഹലോ കൂട്ടുകാരെ, സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാം അറിഞ്ഞ് തകർന്നു നിൽക്കുകയാണ് ദേവമംഗലം. അങ്ങനെ ദേവിക്കാണെങ്കിൽ ദേവി വളരെയധികം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗോമതി കരഞ്ഞ് ഗോമതിയുടെ മുറിയിലോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും തകർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് ദേവി. അപ്പോൾ ദേവിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദേവി എന്ത് ചെയ്യും, അവിടെയുള്ള സോഫയിൽ കയറി ഇരുന്നതിന് ശേഷം അവിടെ അങ്ങനെ ആകെ തകർന്നൊരു സമനില തെറ്റിയ പോലെ ഇരുന്ന് കരയുകയാണ്. ഇതേ സമയം ആനന്ദിൻ്റെയും അവസ്ഥ മോശമൊന്നുമല്ല. ആനന്ദും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാലനുമാകെ തകർന്നു തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അതിനുശേഷം ദേവിയില്ല ഗോമതി മുറിയിലോട്ട് കയറി ചെന്നിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോമതിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മീനുവും ഇത്രയും ചെല്ലും. അപ്പോൾ മീനുവും ഇത്രയും ചെല്ലുമ്പോൾ ഗോമതി പറയും, എന്നെ ആരും ആശ്വസിപ്പിക്കാനും ഒന്നും വരണ്ട, എനിക്ക് ആര് പറയുന്നതും ഒന്നും കേൾക്കണ്ട. കാരണം എനിക്ക് ആരെയും വിശ്വാസമില്ല. എന്നെ ഇത്രയും കാലം എൻ്റെ മകനെയെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ എന്തുപോലെ സ്നേഹിച്ചു. ഞാൻ എൻ്റെ മകളെപ്പോലെയാണ് അവളെ സ്നേഹിച്ചത്. ഒരിക്കൽ പോലും ഞാൻ മരുമകളായി കണ്ടിട്ടില്ല. അത്രയും ഞാൻ അവളെ സ്നേഹിച്ചതാണ്. അവൾ എൻ്റെ അടുത്ത് എന്തൊക്കെ നുണകൾ പറഞ്ഞു, ഇനിയും എന്തൊക്കെ നമ്മൾ അറിയാനുണ്ടാവും, നമ്മൾ കുറച്ച് മാത്രമല്ലേ ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗോമതി കരയുകയാണ്. അപ്പം മീനുവും ഇത്രയും ആശ്വസിപ്പിക്കുമ്പോൾ ഗോമതി പറയും, എന്നെ ആരും ആശ്വസിപ്പിക്കേണ്ട, എനിക്ക് ആരുടെ ആശ്വാസവാക്കുകളും കേൾക്കണ്ട. കാരണം കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇവളുടെ അച്ഛൻ ഉദയഭാനു, ആ കള്ളൻ കാരണം എൻ്റെ അനിയൻ ധർമ്മൻ, അവൻ എത്ര വിഷമത്തോടു കൂടിയിട്ടാണ് ഈ വീടിൻ്റെ പടി ഇറങ്ങിയത്. അവനെ കള്ളൻ എന്ന് വരെ വിളിച്ചു. അതിനെല്ലാം കാരണക്കാരനായത് ഇവളുടെ അച്ഛനല്ലേ. അങ്ങനത്തെ ഒരാളോട് എനിക്ക് ക്ഷമിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ മകൻ പാവം, ഞാനും എൻ്റെ ഭർത്താവും കൂടിയിട്ട് ബാലേട്ടനും കൂടിയിട്ട് എൻ്റെ അനിയനെ കള്ളനാക്കി. അവൻ എത്ര നെഞ്ച് തകർന്നിട്ടായിരിക്കും ഈ വീടിൻ്റെ പടി ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. എല്ലാറ്റിനും കാരണക്കാരി ഇവള് തന്നെയാണ്. പിന്നെ എന്തായിരുന്നു ബാലേട്ടൻ ഈ കല്യാണം ആലോചിക്കുമ്പോൾ ബഹളം. ഉദയഭാനു സാറ് എന്ത് വലിയ വലിയ ബന്ധങ്ങൾ, സ്നേഹം, വലിയ കുടുംബത്തോട്ടുള്ള ബന്ധം, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ അത്രയും സന്തോഷത്തിൽ കല്യാണം കഴിച്ചു കൊടുത്താണ് ബാലേട്ടൻ. എന്നിട്ട് എന്തായി ഇപ്പോൾ അവൻ്റെ ജീവിതം, എൻ്റെ ഭാവി പോയില്ല, ഞാനിതെങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞ് ഗോമതി കരയുകയാണ്. അപ്പോൾ ഗോമതി കരയുമ്പോൾ മീനും ഇത്ര ആശ്വസിപ്പിക്കുമ്പോൾ ഗോമതി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. എനിക്കൊന്നും കേൾക്കണ്ട, അവൾ എൻ്റെ അടുത്ത് എന്തൊക്കെ നുണകൾ പറഞ്ഞു. അവൾ ഇവിടുന്ന് ജോലിക്കാണെന്ന് പോയി പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് മറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്നു. സ്കൂളിലേക്ക് ബാലേട്ടൻ ജോലി വാങ്ങിക്കൊടുക്കുന്നു. എന്നിട്ട് അവൾ അവിടെ സർട്ടിഫിക്കറ്റ് ഒന്നും സബ്മിറ്റ് ചെയ്യാതെ പോകുന്നു. എന്തൊക്കെ കാര്യങ്ങളുണ്ടായി. എന്നിട്ട് ഇപ്പോഴല്ലേ ഇതൊക്കെ അറിഞ്ഞത്, ഇത്രയും കാലത്തിന് ശേഷമല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അവൾ എന്ത് വലിയൊരു ചതിയാണ് എന്നോടും എൻ്റെ കുടുംബത്തോടും ചെയ്തത്. ഞാൻ എത്ര സ്നേഹിച്ചതാണ് അവളേനെ എന്നൊക്കെ പറഞ്ഞ് ഗോമതി എണ്ണിപ്പെറുക്കി കരയണം. പിന്നെ ഗോമതിക്ക് പെട്ടെന്നാണ് ഒരു ബോധോദയം പോലെ ഉണ്ടാകുന്നത്. ഗോമതി പറയുന്നത്, ഇതിനെല്ലാം കാരണക്കാരൻ ആ ഒരാളുണ്ട്, അയാളോട് എനിക്ക് ചോദിച്ചേ പറ്റുള്ളൂ. അയാളോട് എനിക്ക് ചോദിച്ചില്ലെങ്കിൽ എൻ്റെ സമ്മതത്തിൽ തന്നെ തെറ്റിപ്പോൾ ഞാൻ അയാളോട് ചോദിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഗോമതി അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ് റൂമിൽ നിന്ന്. അപ്പോൾ മീനും ഇത്ര ആകെ സംശയിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ആരാണ് ഈ ഒരാൾ എന്ന് മനസ്സിലാവുന്നില്ല. ഉദയഭാനുവിൻ്റെ വീട്ടിലോട്ടായിരിക്കും എന്നൊക്കെയാണ് ഇവർ പെട്ടെന്ന് ആലോചിക്കുന്നത്. അങ്ങനെ ഗോമതി ഇറങ്ങിയിട്ട് ഡൈനിങ് ഹാളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ആനന്ദും ബാലനും ഇരിക്കുന്നുണ്ടാവും. ആനന്ദാണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണമായിട്ട് ടേബിളിന്മേൽ തല ചാരി ഇരിക്കുന്നുണ്ടാവും. ബാലനാണെങ്കിൽ സോഫയിലും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കണ്ടതോടുകൂടിയിട്ട് ഗോമതിക്ക് ഒന്നും കൂടി വിഷമാവും. ഗോമതി അവൻ്റെ അടുത്ത് പോയി നിൽക്കും. പക്ഷെ അവൻ ഗോമതിയെ കാണുന്നൊന്നുമില്ല, അവൻ ശ്രദ്ധിക്കുന്നില്ല, അവൻ ഏതോ ഒരു ലോകത്താണ്. അങ്ങനെ ഗോമതി ബാലൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നു, ബാലേട്ടാ, നിങ്ങളാണ് ഇതിനൊക്കെ എല്ലാറ്റിനും കാരണം. ഇങ്ങനത്തെ ഒരു ബന്ധം കിട്ടിയപ്പോൾ നിങ്ങൾ ഒരിക്കൽ പോലും അവളുടെ വീട്ടിനെക്കുറിച്ചിട്ടോ വീട്ടുകാരെ കുറിച്ചിട്ടോ അന്വേഷിച്ചു? നിങ്ങൾ ഒരു മകന് നല്ല ബന്ധം വരുന്നു എന്ന് പറഞ്ഞ് മകനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. ഒരു സാധനം വാങ്ങുന്നതിന് മുൻപ് പോലും 1000 തവണ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അങ്ങനത്തെ നിങ്ങൾ സ്വന്തം മകൻ്റെ കല്യാണക്കാര്യം വന്നപ്പോൾ മാത്രമെന്തേ ഇങ്ങനെ പെരുമാറിയത് എന്ന് പറയുകയാണ്. ഞാൻ വിശ്വസിച്ചു എൻ്റെ ഭർത്താവിന് ഒരിക്കൽ പോലും തെറ്റില്ല എന്ന്. പക്ഷെ എൻ്റെ വിശ്വാസം മുഴുവൻ നിങ്ങൾ ഇപ്പോൾ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് ഒരു വലിയ തെറ്റ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ്റെ അടുത്ത് വളരെ ദേഷ്യത്തോടുകൂടി സംസാരിക്കുകയാണ് ഗോമതി. പക്ഷേ എല്ലാം ഞാൻ ക്ഷമിക്കാം, എല്ലാം ഞാൻ ക്ഷമിക്കാം. പക്ഷേ എൻ്റെ മകൻ്റെ ഭാവി ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല. അവനെ പ്രസവിച്ച അവൻ്റെ അമ്മയാണ് ഞാൻ. അവൻ്റെ ജീവിതം താറുമാറായിപ്പോയി. ഇനി അവൻ്റെ ഭാവി എന്താണ്? ഇനി അവന് മുന്നോട്ടൊരു ജീവിതമുണ്ടോ? ഇങ്ങനത്തെ ഒരു കള്ളിയെയല്ലേ അവൻ വിവാഹം കഴിച്ചുള്ളത്. അവരുടെ കുടുംബമാണെച്ചെങ്കിൽ അതിനേക്കാൾ കഷ്ടം. നിങ്ങൾ എന്തൊരച്ഛനാണ്? സ്വന്തം മകനെ ചതിച്ച ആളല്ലേ നിങ്ങൾ. ആനന്ദ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു വാശി പിടിച്ചിട്ടുണ്ടോ? അച്ഛൻ പറഞ്ഞത് എപ്പോഴും വിശ്വസിച്ച് അച്ഛനെ
അനുസരിച്ച് നിന്ന മകനാണ് എൻ്റെ മകൻ. അങ്ങനെയുള്ള എൻ്റെ മകൻ്റെ കണ്ണുനീര് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ വേറെ എന്തും സഹിക്കും. അവനെ പ്രസവിച്ചിട്ടുള്ള അമ്മയാണ്. പക്ഷേ എനിക്ക് അവൻ്റെ ഈ കണ്ണുനീര് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബാലൻ്റെ കോളറിന് പിടിച്ച് കുലുക്കുകയാണ്. ബാലന് ഒരക്ഷരം മിണ്ടാനില്ല. ബാലന് എന്ത് പറയും? ഗോമതി ചോദിക്കുന്നതെല്ലാം ചോദ്യമാണ്. ഒരിക്കൽ പോലും ബാലൻ അന്വേഷിച്ചിട്ടില്ല. ഉദയഭാനു പറഞ്ഞ കള്ളങ്ങളെല്ലാം വെള്ളം കൂട്ടാതെ വിഴുങ്ങി ബാലൻ അതുപോലെ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബാലനൊരക്ഷരം പോലും മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോൾ ബാലനെ പിന്നെയും ഗോമതി ഇത് പറഞ്ഞിട്ട് തന്നെ ചോദ്യം ചെയ്യുന്നത്. ഗോമതി പറയും, എന്ത് വേണമെങ്കിലും ഞാൻ സഹിക്കാം, പക്ഷേ എൻ്റെ മകൻ്റെ ഭാവി, അവൻ്റെ ജീവിതം അവസാനിച്ചല്ലോ എന്നാലോചിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ചുമരുമ ചാരി നിന്ന് കരയുകയാണ് ഗോമതി. അപ്പോൾ ഗോമതിയുടെ ഈ കരച്ചിൽ കണ്ട ആനന്ദിനും ആകെ വിഷമം. ആനന്ദ് പറയും, അമ്മ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പം ഗോമതി പറയും, എന്നാലും എൻ്റെ മോനെ നിൻ്റെ ജീവിതം ഇങ്ങനെയായല്ലോ എന്ന് പറഞ്ഞ് ഗോമതി ആനന്ദിനെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുകയാണ്. അപ്പോൾ അത്രയാണ് അവർ തമ്മിലുള്ള ഒരു സീന് എന്ന് പറയുന്നത്. ഗോമതിയും ആനന്ദും തമ്മിലുള്ള ഒരു ഇമോഷണൽ സീനാണ് ഇനി കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മീനുവും ഇത്രയും കൂടിയിട്ട് ദേവിയുടെ അടുത്തേക്ക് ചെല്ലണം. അപ്പോൾ ദേവിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ദേവിയാണെച്ചെങ്കിൽ ആകെ ഒരു മനസ്സ് താളം തെറ്റിയ അവസ്ഥയിൽ ബെഡ്റൂമിൻ്റെ ഒരു കോർണറിൽ ഇരുന്നിട്ട് നിലത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരവിടെ ചെന്നിട്ട് പറയും, ചേച്ചി എന്തിനാണ് ഇത്രയും കാലം ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചത്? ഞങ്ങളോടെങ്കിലും ചേച്ചിക്ക് പറയാമായിരുന്നില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ദേവി പറയും, ഇതിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, സത്യങ്ങൾ നിങ്ങളെങ്കിലും അറിയണം. കാരണം ആനന്ദേട്ടനെ വിവാഹം കഴിക്കാൻ ഒരിക്കൽ പോലും ഞാൻ തയ്യാറായിരുന്നില്ല. കാരണം ഇങ്ങനത്തെ ഒരു മനുഷ്യനെയും ആ ഒരു കുടുംബത്തെയും പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടാണ് എന്നെ വിവാഹം കഴിപ്പിച്ചത്. ആനന്ദേട്ടനെ വിവാഹം കഴിക്കാൻ ഒരിക്കൽ പോലും എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനൊരു പറ്റിച്ചുള്ളൊരു വിവാഹമാണല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും വിദ്യയുടെ കല്യാണക്കാരും വിദ്യയുടെ ഭാവിയും പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. അവരെങ്ങനെയൊക്കെയോ എന്നെ സമ്മതിപ്പിച്ചതാണ്. ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് ഒരു രാത്രി പോലും ഞാൻ പറഞ്ഞ സമാധാനത്തിൽ ഉറങ്ങിയിട്ടില്ല. ഞാൻ അത്രയധികം വിഷമിച്ചിട്ടാണ് ഇവിടെ നിന്നിരുന്നത്. ആനന്ദേട്ടനെയും ഈ വീട്ടുകാരെയും ചതിക്കുന്ന ഉള്ള ചിന്തയിലാണ് ഞാൻ നിന്നിരുന്നത്. പിന്നെ സ്കൂളിൽ അച്ഛൻ ജോലി വാങ്ങിത്തന്നു. സ്കൂളിൽ മാനേജർ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മയോടാണ് പറഞ്ഞത്. അപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയാണ് പറഞ്ഞത് IT കമ്പനിയിൽ ജോലി കിട്ടിയ കാര്യം പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അത്രയും അങ്ങനെ ചെയ്തത്. ഞാൻ ഒരിക്കൽ പോലും ഈ വീട്ടിൽ കയറി വന്നത്, ഈ വീട്ടിലെ വലതുകാല വിളക്കെടുത്ത് കയറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കൽ പോലും ഞാൻ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയണം. അപ്പം മീനും ഇത്രയും പറയും, ചേച്ചി പറയാമെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത് ആരെങ്കിലും അംഗീകരിക്കും? ഈ വീട്ടിൽ ആരെങ്കിലും ഒരു അംഗീകരിക്കുന്ന കാര്യമാണോ ഇത്? ആരും വിശ്വസിക്കില്ല ചേച്ചിയെ എന്ന് പറയുകയാണ്. അപ്പം ദേവ് പറയും, ഞാൻ സത്യമാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ ഒരിക്കൽ പോലും നിങ്ങളെ ചതിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ ചതിച്ചിട്ടൊരു ജീവിതം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവിയാണ് കാണിക്കുന്നത്. ഇനി നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ഉദയഭാനും ശ്രീകലയും കൂടി വീട്ടിൽ വന്നിട്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും അവസാനം ദേവി ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് കൂടുതൽ നേരത്തെ അറിയാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.